വടകര പരവന്തല ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ആറാട്ട് മഹോത്സവം ഡിസംബർ 20 മുതൽ 26 വരെ വിവിധ പരിപാടികളോടെ കൊണ്ടാടുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 6 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിൽ വിവിധ ക്ഷേത്ര ചടങ്ങുകളും കലാപരിപാടികളും അരങ്ങേറും. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. വടകര പരവന്തല ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ആറാട്ട് മഹോത്സവം ഡിസംബർ 20 മുതൽ 26 വരെ വിവിധ പരിപാടികളോടെ കൊണ്ടാടുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 6 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിൽ വിവിധ ക്ഷേത്ര ചടങ്ങുകളും കലാപരിപാടികളും അരങ്ങേറും. 20 പുലർച്ചെ നടക്കുന്ന കലവറ നിറയ്ക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് 21 ഉത്സവം കൊടിയേറും. ശേഷം വിവിധ ക്ഷേത്ര ചടങ്ങുകളും നിരവധി കലാകാരന്മാർ ഒന്നിക്കുന്ന നൃത്തസന്ധ്യയും ഗാനമേളയും ഉത്സവത്തിന് മാറ്റുകൂട്ടും. വടകര പരവന്തല ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവം ഈ വരുന്ന ഡിസംബർ 20 മുതൽ 26 വരെയുള്ള ദിവസങ്ങളിൽ വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിക്കുകയാണ്. 20-ാം തീയതി ശുദ്ധികലശത്തോടുകൂടി ആരംഭിക്കുന്ന ഉത്സവം 21-ാം തീയതി കൊടിയേറ്റവും 22, 23, 24 ദിവസങ്ങളിൽ ക്ഷേത്ര ഉത്സവ ക്രിയകളും അതോടൊപ്പം തന്നെ ആ 3 ദിവസം സ്റ്റേജ് പരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ്. 25-ാം തീയതിയാണ് പള്ളിവേട്ട ദിവസം നാടുവലം വയ്ക്കൽ, ആനപ്പുറത്ത് ഭഗവാന്റെ തിടമ്പ് എഴുന്നള്ളിപ്പ് നാടുകടൽ വിലക്കലോടുകൂടി തിരിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. അതേപോലെ തന്നെ 26-ാം തീയതിയാണ് ആറാട്ടായ ദിവസം ക്ഷേത്രത്തിൽ നിന്നും ഗണപതി ക്ഷേത്രത്തിലേക്ക് ഭഗവാന്റെ തിടമ്പെഴുന്നള്ളത്ത് പുറപ്പെട്ട് തിരിച്ച് ക്ഷേത്രകുളത്തിൽ ആറാട്ടോടുകൂടി തിരിച്ച് ക്ഷേത്രത്തിലെത്തി കൊടിയിറക്കത്തോടുകൂടി അവസാനിക്കുന്നു. അന്ന് ദിവസം ഈ 2 ദിവസങ്ങളിലും 25-ാം തീയതിയും 26-ാം തീയതിയും ക്ഷേത്രത്തിൽ വിപുലമായ അന്നദാന ചടങ്ങ് ഉണ്ടായിരിക്കുന്നതാണ്. ക്ഷേത്രത്തിൻ്റെ ഉത്സവം കഴിഞ്ഞോടുകൂടി വെടിക്കെട്ടോടുകൂടി ഉത്സവം അവസാനിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.